പിടിച്ചൊരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ നമ്മൾ തൂങ്ങും. അതിൽ നിന്ന് ഒഴിവാകണമെന്നുണ്ടെങ്കിൽ ഭരതേട്ടൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് കുടുങ്ങാൻ പോകുന്നത് ഞങ്ങൾ 4 പേര് മാത്രം. ഒന്നുമില്ല, ഈ പറയുന്ന പൈസ അറേഞ്ച് ചെയ്യാന്ന് പറയുന്ന കാര്യമല്ല. ഇല്ലെങ്കിൽ ആ പൈസ എന്താ പ്രതിയുടെ പേരിലോട്ടെങ്ങാനും ഈ കേസ് അങ്ങോട്ടാക്കി തീർക്കുവാണെങ്കിൽ സംഭവം കാലങ്ങളായിട്ട് നമ്മൾ ഉണ്ടാകുന്ന വലിയൊരു മാനക്കേടിൽ നിന്ന് ഒഴിവാകാൻ പറ്റും. അങ്ങനത്തെ ഇടപാടൊന്നും ആളുടെ പേര് ഉപയോഗിക്കാൻ പറ്റില്ല. ഈ നാട്ടിൽ ഇനി ഇവർക്ക് ജീവിക്കാനുള്ളതാ. ഭാര്യയും മകനെന്ന തരത്തിലായിരിക്കും ആൾക്കാർ ഇവരെ നോക്കിക്കാണാം. ആള് ജീവനോടെ ഇല്ലാന്ന് കരുതി ചുമ്മാ അങ്ങ് തലയിൽ വെച്ചേരുന്നതല്ല. മരിച്ചുപോയ ആൾക്കാണോ ജീവിച്ചിരിക്കുന്നവർക്കാണോ കൂടുതൽ നാണക്കേട് ഉണ്ടാവുക? ശരിക്കും പറഞ്ഞാൽ പുള്ളി ഇപ്പൊ സേഫാ. ജീവനില്ലാത്തവർക്ക് ആരുടെ പ്രാക്ക് കിട്ടാനാ? നിങ്ങക്ക് പോലെ അത്ര എളുപ്പമായിരിക്കില്ല പിന്നീടുള്ള ഇവരുടെ ജീവിതം. പിന്നെ ഇത് മുഴുവൻ ഞങ്ങൾ മാത്രമായിട്ട് അനുഭവിക്കണമെന്നാണോ പറയുന്നത്? ഞങ്ങളെല്ലാം കൂടെ അറേഞ്ച് ചെയ്തതിൽ ഒരു 75 ലക്ഷത്തിന്റെ ഷോർട്ടേജ് ഉണ്ട്. നിങ്ങൾ ഈ പറയുന്നതൊക്കെ ഞങ്ങൾ വെള്ളത്തിനായിട്ട് വിഴുങ്ങുന്നാണോ വിചാരിച്ചിരിക്കണേ? വിഴുങ്ങിയേ നോക്കൂ. പുള്ളി നടത്തിയ ഇടപാടിന്റെ തെളിവലുണ്ടോ? ഒരുപാട് ചികഞ്ഞ് ഫ്ലാഷ് ബാക്കിലോട്ട് പോയാലേ പുള്ളി കൂട്ടത്തിലൊരാളല്ല, ഇതിന്റെ തല തന്നെ പുള്ളിയായിരുന്നു. അമ്പലം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും അതിനോട് ചുറ്റിപ്പറ്റിയുള്ള ഐതിഹ്യങ്ങളൊക്കെ പുള്ളിയുടെ വകയായിരുന്നു. പോകുന്ന വഴി ഇവിടെ ആര്യങ്കാവ് 3 കൂടിയ കവലയില് ലെഫ്റ്റോ റൈറ്റോ ഒന്ന് കൺഫ്യൂഷൻ അടിച്ച് നിന്നപ്പോ അവിടെ വഴികാട്ടി കൊടുത്തത്ര. ചേച്ചി, ലങ്കയിലേക്കുള്ള വഴിയൊന്ന് പറയാമോ? അത് ഈ വലത്തോട്ട് തിരിഞ്ഞ് നേരെ വെച്ച് പിടിച്ചാ മതി. ചില്ലറയൊന്നും ഇല്ലായിരുന്നു. ശ്രീരാമൻ ക്ഷീണിതനാണെന്ന് മനസ്സിലാക്കിയപ്പോ കുടിക്കാൻ സംഭാരവും കഴിക്കാൻ കടലമാവും അത് തന്നെ. മോഹിനീശ്വരിക്ക് വരമായിട്ട് ഒരു പാർപ്പിടം കൊടുക്കുകയായിരുന്നു. വഴിതെറ്റി പോകേണ്ടിയിരുന്ന ശ്രീരാമന് വഴികാട്ടിയായ ദേവിയായി. ആ പാർപ്പിടം പിന്നീട് അമ്പലവുമായി. ഈ ഐതിഹ്യം പറഞ്ഞ ഭരതേട്ടൻ നാട്ടുകാരും ഇല്ല. അതും ഭരതേട്ടന്റെ കോൺട്രിബ്യൂഷനാ. ഇത്രയൊക്കെ ചെയ്തു വെച്ച ആള് നമ്മുടെ കൂടെ ഇല്ലാന്ന് കരുതിയിട്ട് നമുക്ക് അപ്പൊ അതിനു മുമ്പ് ആലോചിച്ചൊരു തീരുമാനത്തിലെത്ത്. ഒന്നില്ലെങ്കിൽ പൈസ, അല്ലെങ്കിൽ ഈ പറഞ്ഞു നല്ല മധുരം. ഇന്നിറങ്ങട്ടെ. ആ നല്ലതേ വരും. ശരി. പോയി അയ്യാടെ ഒരു നോട്ടം. ആരാത്? അച്ഛന്റെ വകയിലേതൊരു കൂട്ടുകാർ. അച്ഛമ്മയുടെ കുട്ടിയമ്മ. അതെല്ലാരും വിളിക്കുന്ന പേരല്ലേ ശരിക്കുള്ള പേര്? മോഹിനീശ്വരി. അമ്മയ്ക്ക് ഓർക്കാൻ പറ്റുന്ന ഒന്നുമല്ല ചെയ്തത്. എന്നാലും അങ്ങ് പോയില്ലേടാ. ഞാൻ അങ്ങ് ക്ഷമിച്ചു. ഒരു തെറ്റല്ലേ, ഒരു നാടിനെ മുഴുവൻ പറ്റിച്ചോ? അങ്ങനെ ആള് പറഞ്ഞിട്ട് പോയെ. അച്ഛനാണ് പറ്റിച്ചാ പോരെ, ദ്രോഹിക്കണ്ടല്ലോ. മരിച്ച് മണ്ണിടിച്ചാൽ ഇയാളെ കൊണ്ട് തലവേദന വാർത്തില്ല. നമ്മളാരും തുള്ളണ്ടെന്ന എന്റെ അഭിപ്രായം. അതുപോലെ തന്നെ ഈ കമ്മിറ്റിക്കാരെന്നൊക്കെ പറയുമ്പോ ആ ബേബി ഒക്കെ ഇല്ലേ, അപ്പൊ അയാളുടെ അടുത്തൊന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ചില്ലറ കിട്ടാൻ വേണ്ടി നമുക്ക് നേരെ എറിഞ്ഞാണെങ്കിലോ? അങ്ങനെ ഒരാൾ വന്നിട്ടില്ലെന്ന് വിചാരിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. നമുക്ക് മാറ്റുന്ന വീട്ടിൽ പോവാം. വേറെ ഇപ്പൊ എന്താ ചെയ്യാ? ഇങ്ങനെ എടുത്തു പിടിച്ചോന്ന് ചോദിച്ചാൽ എന്റെ പ്ലാൻ ഒന്നുമില്ല. ഒന്ന് ആലോചിക്കട്ടെ. ചില്ലറ കിട്ടണ ഏതെങ്കിലും സ്ഥലത്തിന്റെ മുകളിലായിരിക്കുമല്ലോ ശശിയേട്ടന്റെ ആലോചന വന്ന് നിൽക്കുക. നിങ്ങൾ പുറത്തുള്ളവരെ സെറ്റിൽ ചെയ്ത് നിങ്ങളുടെ ഒന്നും കണ്ണിൽ പോലും പെടുന്നില്ല എന്നവരെ എനിക്ക് തോന്നിട്ടുള്ളൂ. നീതി എങ്ങോട്ടേ പറഞ്ഞു പോന്നെ? കാര്യത്തെ കുറിച്ച് എല്ലാരുമായിട്ട് ചർച്ച നടക്കുന്നുണ്ടല്ലോ അല്ലേ? ഒറ്റ രാത്രി കൊണ്ട് മറിച്ചതാ. കണ്ണിൽ ഇരുട്ട് കയറി നിൽക്കുക. ഒന്നുമില്ല, ആൾക്ക് സ്ട്രെസ് എടുക്കാൻ വയ്യെന്നാ പറയണേ. ആയ കാലത്ത് അറമാദിച്ചിട്ടേ ഒരു പ്രശ്നം അതാരായാലും ഗോവിന്ദ, നമുക്ക് ഈ മോഹൻദാസിനോടെ ഈ 1.5 വെറും നാറിയ. എടാ, ഈ പഴയ പ്രതാപമൊന്നും ഇപ്പൊ ഇല്ലല്ലോ. കിട്ടുന്നതാണെങ്കിലോ അത് ഈ അല്ല, ഇപ്പൊ പണ്ടത്തെ പോലെ മോണോപ്പൊളി പരിപാടികളൊന്നുമില്ല. പിന്നെ ഈ ജോലി പ്രേമമൊക്കെ സെറ്റപ്പ് ആക്കി തരുമെന്ന് ചോദിച്ചു വരുന്ന അയ്യോ പാവങ്ങളാണ് നമുക്ക് ഇവിടെ. പഴയ പ്രീമിയം ഇതൊന്ന് ചവിട്ടാൻ പറ്റുമെന്ന് നോക്ക്, ഇല്ലെങ്കിൽ നിർത്തിയിട്ട് നമുക്ക് പോവാൻ. നിനക്കൊക്കെ വേറെ നാടുണ്ടല്ലോ, ഇത് എന്റെ നാടാ. ആയ കാലത്ത് പണ്ടാരം തുറന്നുണ്ടാക്കിയത് വെച്ച് നീയൊക്കെ മക്കളെ പഠിപ്പിച്ചും നാട്ടിലാണെങ്കിലേ ഒറ്റയ്ക്ക് പറ്റത്തില്ല എന്ന് മനസ്സിലായോ? ഇനി
ഇനി ഫണ്ട് അറേഞ്ച് ആയില്ലെങ്കിൽ നമുക്ക് മുന്നിൽ വേറൊരു വഴിയുണ്ട്. वही प्लान बता रहा होगा ना शायद अपना. ഉറപ്പായി കഴിഞ്ഞാൽ നമുക്കിത് ഭരതൻ നായരുടെ മണ്ടയിലോട്ടിട്ട് മാപ്പുസാക്ഷിയാവാം. बर्तन को फंसाना चाह रहे हैं. താൻ തന്നെയല്ലേ, എന്നിട്ട് അയാൾക്കിട്ട് തന്നെ ഇങ്ങനെ ചാമ്പിയാലോ? बर्तन को ये जो मर चुका है. അപ്പൊ അതിന്റെ സൈഡിൽ കൂടെ നമുക്കൊന്ന് സ്കൂട്ടാവാം. അങ്ങനെയൊക്കെ വേണോ? വേണം. ഇവിടെ ആർക്കും ഒരു അളവൊന്നുമില്ല. പൊക്കോ. तेज बहन फिर मैसेज करे. കാര്യത്തെ കുറിച്ച് എല്ലാരുമായിട്ട് ചർച്ച നടത്തുന്നുണ്ടല്ലോ. ആ നമ്പർ സേവ് ചെയ്തേക്ക്. തേങ്ങ കിട്ടിയില്ലേ? टेंशन में आ गई है. ചുമ്മാ കാലത്തായിരുന്നു ഇതിലൂടെയുള്ള ട്രാൻസാക്ഷൻ ഒക്കെ. ഇനി നിങ്ങളൊക്കെ വിചാരിച്ചാലേ എന്തേലും നടക്കും. എപ്പോ എത്ര നാളെ അങ്ങോട്ടേക്ക് ഇനിയിപ്പോ പെട്ടെന്ന് തീരുമാനം ഞാൻ സൗകര്യം പോലെ എടുത്തോളാം. മറക്കരുതല്ലോ. എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട് അറിയാൻ തമ്പുരാനെ. തനിക്ക് ആവശ്യത്തിന് തിന്നാനുണ്ടല്ലോ. പാവങ്ങൾ എന്തിനാ ഊറ്റാൻ നിക്കണേ? ഏജൻസിക്ക് കൊടുക്കാൻ എന്റെ മോള് एजेंसी को इसने आधा कर दिया. കാശിന്റെ ഉത്തരവാദിത്വം കാണിക്കും. തോന്നിയാസം പറഞ്ഞാലേ ചവിട്ടി നിനക്കും കയറിപ്പോയ അവൾക്കും ഉണ്ട് ഉത്തരവാദിത്വം. ഒന്നിറങ്ങി അന്വേഷിച്ചു നോക്കും നിന്റെ മകൾക്ക് അവിടെ വല്ല കുറ്റിയുണ്ടോ. എടാ പ്ലാൻ അവർക്ക് തോന്നിക്കാണും. നീയൊക്കെ ഇവിടെ പട്ടിയെ പോലെ കിടന്ന് കരഞ്ഞു മെഴുകുന്നല്ലാതെ അവിടെ ചെന്ന് അന്വേഷിച്ചെത്താനുള്ള വക്കില്ലാന്ന് അവർക്ക്. അതിനിടയ്ക്ക് എന്റെ മോളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയില്ലെങ്കിൽ നീ എന്തിയോടാ നാറി? എന്റെ രോം गुंडा है वो. क्या दिखा रहा है? ശശിധരൻ തൃക്കേട്ട സരസ്വതി ശ്രീലത किस चीज का नाम लिखे हैं? क्या दिखा रहा है? ये किसकी फोटो है? किसकी फोटो है वो भाई? ये वो भाई ऐसी फोटो श्री मोहन सॉरी इसलिए देख रहा हूँ उसको. ये भी देख रहा हूँ उसको. ആദ്യമായിട്ട് കണ്ടപ്പോ തന്നെ നല്ല പരിചയവും ഒരുപാട് അടുപ്പമുള്ള പോലെ തോന്നിനേനു. आप बैठा देंगे मंदिर में. പിന്നത്തെ ഇതും ഒക്കെ കൂടെ നോക്കുമ്പോ അയാള് പറഞ്ഞിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഇനി ഇത് തള്ളിക്കളയണത് ഇപ്പോ തള്ളിക്കളയണ്ട. ഈ വക സംഭവങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴാണ് വരണേ. അതും ഏയുടെ സഹായം കൊണ്ട്. ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്ത് അച്ഛൻ ഇമ്മാതിരി നിന്റെ അച്ഛൻ കാലത്തിന് മുമ്പേ സഞ്ചരിച്ച വലിയ കമലാ. ഈ രുക്മിണിയമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. ഒന്നും രണ്ട് പറഞ്ഞ് ഞങ്ങളെ ഉറപ്പിച്ചായിരുന്നു. ഞാൻ പറയുന്നതേ അല്ലേ. അയ്യോ ശശി, അത് വേണ്ട. അവരെല്ലാം ഭയങ്കര പ്രശ്നക്കാരാ. പണ്ട് അമ്പയ ഏടുന്നെല്ലോ ഒപ്പിച്ച് കൊടുത്തിനേനു. അതിന്റെ പുറത്ത് പിന്നെ കേസും കൂട്ടുമായി. അങ്ങനെയാ പിന്നെ നമ്മള് വീണ്ടും കൂടെ കൂട്ടി വായിക്കുമ്പോ അവരച്ഛനെ പറ്റിക്കുന്നത് ആദ്യമായിട്ടൊന്നുമല്ല. ആ ബെസ്റ്റ്. ഇതൊക്കെ മനസ്സിൽ വെച്ച് നടക്കുന്നെല്ലാം വെച്ച് എന്റെ ഒരു തോന്നലാ. എടാ ശശി, നാളെ ഒരു വരുമ്പോ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഞാനായിട്ടൊരു തീരുമാനം എടുത്തിട്ട് ഇവിടെ ആർക്കും ഒരു വിഷമം ഉണ്ടാവണം. मुसीबत में सब साथ में. ഞാൻ അങ്ങനെ പറഞ്ഞത് ശശിയേട്ടനെ നല്ലോണം സഹായിക്കണോ ഇല്ല. നമ്മുടെ വിഷമങ്ങളും കൂടെ അവർ സിമ്പിളായിട്ട് എടുക്കണം കാണുമ്പോഴാണ് കൂടുതൽ. നാളെ അയാൾ വരുമ്പോ എന്താ പറയാ? ഇവിടെ പോവാണ്ടിരുന്നാ മതിയായിരുന്നു. सब परेशान हो गए. ओ सब सोच पड़े हैं. ये दिखा रहे हैं इसको. നിനക്കിവിടെ സെക്യൂരിറ്റി പണിയൊന്നും ഇല്ലല്ലോ. സമാധാനമായിട്ട് इसका डॉगी. എന്താടാ വിശന്നിട്ടാണോ? ബിസ്ക്കറ്റ് തീർന്നു. നേരം വെളുത്തിട്ട് വാങ്ങിച്ചു തരാം കേട്ടോ. इसकी वाइफ हो गया. എന്താ ഇതിന്? ഇന്നത്തെ മാവ് ഫ്രിഡ്ജ് ഇരിപ്പുണ്ട്. फेंक दिया उसने ना. എന്നാ
ഗോതമ്പ് ദോശ ഉണ്ടാക്കാം മതി Oh, damn. നല്ല കാര്യം. നിങ്ങൾ ഈ പട്ടിക്ക് കൊടുക്കുന്ന പരിഗണനയുടെ ഒരംശമെങ്കിലും എനിക്ക് അവൻ അങ്ങനെ വിളിച്ചാ മതി. ചായ കാര്യം. മാമൻ പറഞ്ഞതിനെ പറ്റി ഞാൻ ആലോചിച്ചുട്ടാ ഒഴിവാക്കിണ്ട്. ഇത്ര പെട്ടെന്ന് രക്ഷപ്പെടാൻ മറുകണ്ഠം ചാടണമെങ്കിൽ മെറ്റീരിയൽസ് ഇറക്കാന്ന് വിചാരിച്ചിട്ടാ. ഒരു സംഖ്യ വേണമായിരുന്നു. നീ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഉള്ളപ്പോ വീട്ടിൽ കുറച്ചിടയ്ക്ക് അല്ലാതെ ഇതുവരെ പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല. ആ എന്നാ പരിചയപ്പെടണ്ട. അത്ര നല്ല ആൾക്കാരല്ല. ഇവിടെ വെച്ചുള്ളൂ. സബ്ജി കാട്ട്. വാതിലൊക്കെ ഇങ്ങനെ തുറന്നിട്ടാൽ കള്ളന്മാരാരെയും കയറത്തില്ല. അല്ല ഗോവിന്ദ, അങ്ങനെ 1-2 ദിവസം കൊണ്ട് തീരുമാനത്തിലെത്താൻ പറ്റിയ ഒരു കാര്യമല്ലല്ലോ ഇത്. അല്ലയ്യ, എന്നാ പിന്നെ നമുക്ക് മറ്റേ ഓപ്ഷൻ നോക്കിയാലോ? ചർച്ചകളൊക്കെ എപ്പോഴും വെളുപ്പം കാലത്താക്കുന്നതാണ് നല്ലത്. ഇടയെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആ ദിവസം ഒന്ന് പോകും. അതുകൊണ്ടല്ല ശശി, വരട്ടെ. അല്ലെങ്കിലും സംസാരം നമ്മൾ തമ്മിലാണല്ലോ. ഗോവിന്ദ, നിങ്ങളും മൂപ്പരും തമ്മിലുള്ള പോയത്. അതുകൊണ്ട് നിങ്ങളീ പറയുന്നതിന്റെ 10-1 തരാൻ പോലും എനിക്ക് യാതൊരു നിവൃത്തിയുമില്ല. അതിനിപ്പോ ഇവിടെ എനിക്ക് തന്നതാ. ആ അപ്പൊ ഇവരൊക്കെ കൂടി തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കും. ഈ വീട് എത്ര കൊടുത്ത ആളെ ഞാൻ കൊണ്ടുവരാം. താൻ ഒരാളെയും കൊണ്ടുവരണ്ട. ഞങ്ങൾ ഈ വീട് വാങ്ങിച്ചതേ ഇവർക്ക് താമസിക്കാനാ, അല്ലാതെ തന്നെ ഇടപാട് തീർക്കാനല്ല. കിടന്ന് ചാടല്ലേ, ഒക്കത്തിനോട് മര്യാദയുടെ ഭാഷയിൽ പറഞ്ഞതാ. ഇപ്പൊ ജീവനോടില്ലാത്ത ആളിനെ കുറിച്ച് പറഞ്ഞ